രേഖ വേണ്ട, വിവരം ലഭിച്ചാൽ മതിയെന്ന വനിതാ കമ്മീഷനും വ്യക്തമാക്കിയിരിക്കുന്നു. അക്കാദമി ചെയർമാൻ സ്ഥാനം ലഭിക്കും മുൻപ് തന്നെ പാർട്ടിയുടെയും സർക്കാരിന്റെയും അടുത്ത ആളാണെന്നറിയപ്പെട്ട രഞ്ജിത്തിനെ ഇതിനു മുൻപുണ്ടായ വിവാദങ്ങളിലും പാർട്ടിയും സർക്കാരും ചേർത്ത് നിർത്തുകയായിരുന്നു. ഇത് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയമായിപ്പോയി. സിനിമയിൽ കോംപ്രമൈസും കാസ്റ്റിംഗ് കൗച്ചും എന്തിന് പോക്സോ പീഡനം വരെ എന്ന മൊഴികളും പുറത്തുവന്ന സമയമായിപ്പോയി. രാജ്യത്താദ്യമായി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിച്ചെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നവർ നടത്താനിരിക്കുന്ന കോൺക്ലേവ് നടത്തിപ്പുകാരനായി രഞ്ജിത്തുണ്ടാകുമോ എന്നതിൽ വ്യക്തത വരുത്തണം. എന്താണ് CPMന്റെ രാഷ്ട്രീയ തീരുമാനം? ചർച്ചയിൽ സംവിധായിക കുഞ്ഞില മസ്ലാമണി, തിലകന്റെ മകൾ സോണിയ തിലകൻ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, നടി ശ്രീലത നമ്പൂതിരി, കോൺഗ്രസ് പ്രതിനിധി നിജേഷ് അരവിന്ദ് എന്നിവരാണ്. ആദ്യം ഞാൻ സംവിധായിക കുഞ്ഞിലയിലേക്ക് പോവുകയാണ്. കുഞ്ഞില, ഇതിപ്പോൾ 15 വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീലേഖ മിത്രയുടെ പ്രതികരണം വരുന്നത്. ഇന്നിപ്പോൾ ആ പ്രതികരണത്തിന് ശക്തിയുണ്ട്. ആ പ്രതികരണം ഏറ്റുപിടിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അതൊരു വിഷയമാണെന്നും ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്ത് രാജിവെക്കണമെന്ന് പറയാൻ ഒരുപാട് ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. 15 വർഷം മുമ്പാണെങ്കിൽ ഇതാണോ സ്ഥിതി? ഇല്ല, ഞാൻ ആലോചിക്കായിരുന്നു എന്തൊരു വലിയ വിപ്ലവമാണ് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഒരു കൂട്ടം സ്ത്രീകൾ ചെയ്ത് കാണിച്ചു തന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. എനിക്കിപ്പോഴും ഈ നടിയെ ആക്രമിച്ച കേസിന്റെ പശ്ചാത്തലത്തില് ആ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അത് ഏതായിരുന്നു പരിപാടി എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ അവസാനത്തിൽ ഒരു നൃത്ത പരിപാടിയായിരുന്നു. അപ്പൊ അതിനകത്ത് റീമ കല്ലിങ്കിലൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും അവസാനം ഇവര് എന്നിട്ട് ഒരു പോസ്റ്റർ ഉയർത്തിപ്പിടിച്ചു. അവര് വേറൊന്നും ചെയ്തില്ല, ഒരു പോസ്റ്റർ ഉയർത്തിപ്പിടിച്ചു, അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഉയർത്തിപ്പിടിച്ചു. ആ ഇമേജ് ഇങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ അതിന്റെ പേരിൽ ഈ സ്ത്രീകള് നേരിടാത്ത തെരുവിളിയില്ല, അധിക്ഷേപമില്ല, അവർക്ക് നഷ്ടപ്പെടാത്ത അവസരങ്ങളില്ല, അവരിനി പറയാനൊന്നും ബാക്കിയില്ല. എന്നിട്ട് ഇപ്പൊ നോക്കൂ, എത്രയോ കാലമായിട്ട് സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനീതിക്കൊക്കെ ഒരു ഔട്ട്ലെറ്റ്, എന്തെങ്കിലും ഒരു എന്താന്ന് പറയാ, പ്രതീക്ഷയുടെ പൊൻകിരണം ഉദിക്കുന്നത് പോലെ തോന്നുകയാണ്. ഇറ്റ്സ് സച്ച് എ ഹാർട്ടനിങ് ഫീലിംഗ്. ഭയങ്കര ഇമോഷണൽ ആയിട്ട് തോന്നും. ഇത് എനിക്ക് പക്ഷെ തോന്നുന്നത് ഇതൊരു സിസ്റ്റമിക് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് WCCയുടെയും പ്രത്യേകിച്ച് പരാതിപ്പെട്ട നടിയുടെയും ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇത് ഈ മേഖലയിലെ ഒരു കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താന്ന് പറയാ, അതിന്റെ സ്വഭാവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ള കണ്ടെത്തൽ, സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ ഹേമ കമ്മിറ്റി മുമ്പോട്ട് വെച്ചു. അതിന്റെ ബേസിസിൽ അത് പണ്ടുതൊട്ടേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾക്ക് കരുത്ത്, അത് പുറത്തേക്ക് പറയാനായിട്ട് സ്ത്രീകൾക്ക് കരുത്ത് വരികയാണ്. ഇപ്പം ഈ ബംഗാളിൽ നിന്നുള്ള ആക്ട്രസ് മാത്രമല്ല ഇപ്പം മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പം ഇതിനു മുമ്പ് നടൻ സിദ്ദിഖിനെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ട് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിപ്പോ പിന്നെയും പുറത്തേക്ക് വരികയാണ്. പക്ഷെ ഇപ്പൊ അതിന് കുറച്ചും കൂടെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, അതിനെ തള്ളിക്കളയാനായിട്ട് പറ്റുന്നില്ല. അതേപോലെ ഇപ്പം ബാക്കിയുള്ള അനുഭവങ്ങൾ സ്ത്രീകൾ പങ്കുവയ്ക്കുന്നു. അപ്പം രഞ്ജിത്ത് എന്നുള്ള വ്യക്തിയേക്കാൾ ഉപരി എന്തിനാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന ആള് പ്രതിനിധാനം ചെയ്യുന്നത്? അതായത് സിനിമയിൽ അധികാരം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു ഡയറക്ടർ എന്നുള്ള പവർ പൊസിഷൻ, അത് ഭയങ്കര പവറാണ്. പ്രൊഡ്യൂസർമാർ, ഡയറക്ടർമാർ, അല്ലെങ്കിൽ ലീഡായിട്ട് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ആക്ടർ എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു പവർ പൊസിഷനാണ്. ആ പവർ പൊസിഷനിൽ നിന്നുകൊണ്ട് കാലങ്ങളായി, ഇതിപ്പോ 15 വർഷം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്, പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെയോ അവസാനത്തെയോ ഇൻസിഡന്റ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അത് അന്ന് ആദ്യം ചോദ്യം ചെയ്തിട്ടും കൂടെ ഇല്ല. ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആൾക്കാരും അല്ല അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിട്ടുണ്ടാവുക. എന്താന്ന് പറയാ, പരസ്യമായ രഹസ്യം എന്ന് പറയുന്ന പോലെ അവിടെ ഒക്കെ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നുണ്ടാവില്ല. അപ്പം അറിയാം ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരാൾക്ക് പിന്നെയും ചലച്ചിത്രങ്ങൾ എടുക്കാനും മുൻനിര താരങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനൊക്കെ അവസരങ്ങൾ ഉണ്ടാവുമെന്നും അങ്ങനെയുള്ള ഒരാൾ പിന്നീട് വലിയ അധികം ചലച്ചിത്ര അക്കാദമിന്റെ ഏറ്റവും തലപ്പത്തേക്ക് എത്തുമെന്നും പിന്നെയും അധികാരം അങ്ങനെയുള്ള ആൾക്കാർക്ക് വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ള സന്ദേശമാണ് ഇത്രയും നാളും കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഒരു ടെസ്റ്റിമണിയാണ് ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എന്ത് നടപടി ഉണ്ടാവും
എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ഇപ്പൊ എല്ലാവരും ഏകദേശം രഞ്ജിത്ത് രാജിവെച്ചേക്കുന്ന ഏകദേശം ഉറപ്പായ മട്ടാണ്. പക്ഷെ ശരിക്കും രാജിയാണോ വേണ്ടത്? ഇതിപ്പോ നിയമമേല് മറ്റേ വിജയബാബുവിനെതിരെ ആരോപണം ഉണ്ടായപ്പോഴും പുറത്താക്കല്ല, അദ്ദേഹം രാജിവെച്ച് പോയി എന്നുള്ളൊരു രീതിക്കാണല്ലോ വന്നത്. അങ്ങനെയാണ് അല്ലല്ലോ വേണ്ടത്. സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യണേ എന്നുള്ളതിലാണ് കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യണ ആൾക്കാർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് നൗ ഇസ് ദ ടൈം. നമ്മളായിട്ട് സ്ത്രീകളായിട്ട് ബാക്കി എല്ലാം ചെയ്ത് ഒരു തലകയിലാക്കി മുന്നിൽ കൊണ്ടുവച്ച് തന്നിട്ടുണ്ട്. ഇനി അത് എടുത്ത് കഴിക്കേണ്ട ഒരു ജോലി മാത്രമേ സർക്കാരിനുള്ളൂ. അപ്പൊ അതെങ്കിലും ഒന്ന് ചെയ്ത് ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് തടസ്സം എന്നുള്ളതാണ് അറിയേണ്ടത്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇപ്പോൾ ഈ വിഷയത്തിലുള്ള ചർച്ചയിലേക്ക് CPM പ്രതിനിധികൾ തന്നെ വരാത്ത ഒരു അവസ്ഥ കൂടി വന്നിട്ടുണ്ട്. കാരണം വന്ന് ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ചുരുക്കം ചിലരെ വന്നിരുന്നുള്ളൂ, അവരിന്നില്ലതാനും. ശ്രീ ബി എൻ ഹസ്കർ, താങ്കൾക്ക് ന്യായീകരിക്കാനുണ്ടെങ്കിൽ ന്യായീകരിക്കാം, അതല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായമുണ്ടെങ്കിൽ അതും പറയാം. എന്താണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാനെ പിന്നാക്കം വലിക്കുന്നത്? മന്ത്രി സജി ചെറിയാൻ പറയുന്നു ഇപ്പോഴും അദ്ദേഹം പ്രഗത്ഭനായ സംവിധായകൻ, രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ സംവിധായകൻ, അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ. പക്ഷേ അത് പറയേണ്ട അവസരം ഇതല്ലല്ലോ. ഇതിപ്പോൾ ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള വാചകം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. തെളിവുകൾ കൊണ്ടൊരു രേഖകൾ കൊണ്ടൊരു രേഖാമൂലം പരാതി നൽകൂ എന്ന്. ഇത്തരം വലിയ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടും മന്ത്രിയുടെ ഈ പ്രതികരണം ഉണ്ടാകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്ന് നോക്കേണ്ടതുണ്ട്. അതിലെ മൊഴികളുടെ കാര്യത്തിലും അദ്ദേഹം പറഞ്ഞതാണ് രേഖാമൂലം പരാതി വേണമെന്ന്. സ്മൃതി, ഞാനിതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമതായി. രണ്ടാമതായി, നാം ഇതിൻ്റെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കുക. 15 കൊല്ലത്തിന് ശേഷം ഒരു ബംഗാളി നടിയുടെ വെളിപ്പെടുത്തൽ വരുന്നു. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുള്ളത്. പക്ഷേ ഞാനിതിൽ ഗൂഢാലോചന സിദ്ധാന്തമൊന്നും അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായി പ്രവർത്തിച്ചിരുന്ന ജോസഫ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി സംവിധായകൻ കൽക്കട്ട ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഇത്തരമൊരു ആരോപണം തനിക്ക് 15 കൊല്ലം മുമ്പേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബംഗാളി നടിക്കുണ്ടായ ദുരനുഭവം അറിയാമായിരുന്നു എന്നും അത് ഞാൻ ഫാദർ വട്ടോലിയോട് പറഞ്ഞിരുന്നു എന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആളുകളൊക്കെ കഴിഞ്ഞ 15 കൊല്ലമായി എവിടെ? ലജ്ജയില്ലേ? 15 കൊല്ലത്തിന് ശേഷം ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വിവരം തനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന ഗതികേട് 15 കൊല്ലത്തിന് ശേഷം ഇപ്പുറം ഇരുന്ന് പറയുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവുന്നതല്ല. മാത്രമല്ല, അതിലൊരു ഗൂഢാലോചന സിദ്ധാന്തമോ ഏതെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശപരമോ അല്ലെങ്കിൽ സതുദ്ദേശപരമായിട്ടുള്ള നീക്കമുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. മറിച്ച് ഇപ്പോൾ 15 കൊല്ലത്തിന് ശേഷം ഇത് പറയാനുണ്ടായിട്ടുള്ള സാഹചര്യം അതുകൂടി സംസ്ഥാന സർക്കാർ അന്വേഷിക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും വെട്ടിലാക്കുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ. അതാണോ ഒരു മിനിറ്റ് ശ്രീ ഹസ്കർ, അതിന്ന് ശ്രീലേഖ മിത്ര ഞങ്ങൾക്ക് നൽകിയ ദീർഘമായ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിൻ്റെ ഒരു ഗൂഢാലോചനയായി നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. എനിക്ക് തൃണമൂൽ കോൺഗ്രസുമായി ഒരു ബന്ധമില്ല. അവിടെ മമത അധികാരത്തിൽ വന്ന ശേഷം ഇപ്പോൾ സിനിമയില്ലാത്ത അവസ്ഥ കൂടി ഉണ്ട്. അവരൊരു CPM ഇടത് അനുഭാവിയാണ്. അതിൻ്റെ ഒരു ഫലം അവരവിടെ അനുഭവിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ അത് നിങ്ങൾ ആ ഗൂഢാലോചന വാദം ദയവ് ചെയ്ത് പറയരുത് എന്ന്. മാത്രമല്ല, ഇത് അവർ നൽകിയ പ്രതികരണം ഏത് ഘട്ടത്തിലാണ്? ഇവിടെ ഹേമ കമ്മിറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് അവർ അങ്ങനെ ഒരു പ്രതികരണം പരസ്യമായി നടത്തിയിരിക്കുന്നത്. ഈ സംവിധായകനും ഈ പറയുന്ന ഫാദർ വട്ടോളിയുമൊക്കെ ആ ഘട്ടത്തിൽ ഇവർക്കൊപ്പം നിന്നിരുന്നു. അന്ന് വിളിച്ചു പറഞ്ഞില്ല എന്നുള്ളത് അവരാണ് വലിയ പിഴവ് ചെയ്തത്. ഇപ്പുറത്ത് ഈ തരത്തിൽ ഈ ശ്രമം നടത്തിയ രഞ്ജിത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയുമ്പോൾ എന്ത് ഗൂഢാലോചന സിദ്ധാന്തമാണ് ശ്രീ ബി എൻ ഹസ്കർ താങ്കൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന എന്നുള്ളതിനപ്പുറം 15 കൊല്ലം മുമ്പ് ഇത്തരത്തിൽ ശ്രീലേഖ മിത്ര എന്ന് പറയുന്ന ബംഗാളി നടിക്ക് ദുരനുഭവമുണ്ടായി എന്ന ബോധ്യം 2 ആണുങ്ങൾക്കുണ്ടായിട്ട് ആ ആണുങ്ങൾ ഇത്രയും കാലം 15 കൊല്ലം എവിടെയായിരുന്നു എന്നുള്ളതാണ്. അവർ ഞങ്ങളുടെ സദസ്സുകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞു നടന്നു എന്നുള്ളതല്ലാതെ അവർക്കിത് സംബന്ധിച്ചൊരു പരാതി നൽകുന്നതിനോ അത് സംബന്ധിച്ച് അവരെ പ്രേരിപ്പിക്കുന്നതിനോ 15 കൊല്ലത്തിന് മുമ്പ് സാധിക്കുമായിരുന്നല്ലോ. നമ്മുടെ നാട് 15 കൊല്ലത്തിന് മുമ്പ് വളരെ പിന്നോക്കൊന്നും ആയിരുന്നില്ല. സ്വാഭാവികമായ അത്തരമൊരു ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നതിൻ്റെ പിന്നിൽ ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ജോസഫ്.
സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഈ വിവരമുണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തിനത് പറയാമായിരുന്നു. മാത്രമല്ല ഇതിലൊരു അത്ര സതുദ്ദേശപരമായിട്ടുള്ളൊരു നീക്കമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ സംശയം ഞാൻ ഒന്നാമതായി ആവർത്തിക്കുന്നു. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു പ്രശ്നം തുടർന്നു. ഒരുപക്ഷെ ഇനിയിപ്പോൾ ഈ ബംഗാളി നടിയെ നാം നാളെ മുതൽ അതിജീവിത എന്ന് വിളിക്കേണ്ട സാഹചര്യത്തിലാണ്. കാരണം ഇപ്പോൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, ആ വെളിപ്പെടുത്തലുകൾ നിയമപരമായി പരിശോധിച്ചാൽ നിയമപരമായി അത് കേസെടുക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ കേസെടുക്കേണ്ടി വന്നാൽ ശ്രീ രഞ്ജിത്തിനെ പോലുള്ള ഒരാൾ, അദ്ദേഹം ഇത്ര പ്രതിഭാധനായിരുന്നിട്ട് പോലും നമുക്ക് മുൻ അനുഭവങ്ങളുണ്ടല്ലോ. ഞങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ആർത്തു വിളിച്ച് മുദ്രാവാക്യം വിളിക്കുകയും സമരം ചെയ്യുകയും ചെയ്തിരുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു സമരവും ആരോപണവും നമ്മുടെ മുന്നിലുണ്ട്. ഒടുവിൽ കേരളം മുഴുവൻ അദ്ദേഹത്തോട് മാപ്പ് പറയേണ്ടി വന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ശ്രീ രഞ്ജിത്തിനെ പോലുള്ള ആ ഒരു വലിയ പ്രതിഭാധനായ മനുഷ്യനെ പച്ചയായി തെരുവിലിട്ട് കത്തിക്കുന്നതിനു വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണോ എന്നുകൂടി ഇക്കാര്യത്തിൽ പരിശോധിക്കണം. അങ്ങനെ പച്ചയായി തെരുവിലിട്ട് കത്തിക്കാനാണോ CPI ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണോ CPI ആഗ്രഹിക്കുന്നത്? അങ്ങനെ പച്ചയായി കത്തിക്കണമെന്നാണോ വനിതാ കമ്മീഷൻ പറഞ്ഞത്? വനിതാ കമ്മീഷൻ ഇത് ഈ ഒരു പ്രതികരണം മതി, അത് തെളിവായി എടുത്തുകൊണ്ട് കേസെടുക്കണമെന്നാണ് പറഞ്ഞത്, നടപടി എടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർക്കൊക്കെ ഈ തെരുവിൽ പച്ചയായി കത്തിക്കണമെന്ന അഭിപ്രായമാണോ? അല്ല, അങ്ങനെയല്ല. ഞാനിത് പറയുന്നത് സ്വാഭാവികമായും ഇതിൽ കേസെടുക്കുന്നതിനുള്ള നിയമപരമായിട്ടുള്ള സാധ്യതകളുണ്ട്. കേസെടുത്തു കഴിഞ്ഞാൽ ശ്രീ രഞ്ജിത്തിനെ പോലുള്ള ഒരാൾക്ക് ചലച്ചിത്ര അക്കാദമിയുള്ള ഒരു പൊതുസ്ഥാപനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നതിന് നിയമപരവും ധാർമ്മികപരവുമായിട്ടുള്ള യാതൊരു ബാധ്യതയില്ല. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കും. അദ്ദേഹത്തെ പോലുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തെ പോലുള്ളൊരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രമുഖ കലാകാരനെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്ര അക്കാദമിയുടെ ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന് കേരളീയ സമൂഹത്തിലും ഇന്ത്യൻ സമൂഹത്തിലും സിനിമാ രംഗത്ത് ലഭിച്ചിട്ടുള്ള സ്ഥാനം അതിലുമൊക്കെ എത്രയോ വലുതാണ്. അപ്പോൾ അദ്ദേഹം രാജിവെക്കും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. രാജിവെക്കട്ടെ അല്ലേ? അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ അദ്ദേഹം സമയമെടുത്ത് ആലോചിച്ചിട്ടൊക്കെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കട്ടെ അല്ലേ? എന്തൊരു ക്ഷമയാണ് ഈ സർക്കാരിന്, എന്തൊരു കരുതലാണ് അല്ലേ? അല്ല, ഈ പ്രഗത്ഭന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അങ്ങനല്ല. ഇതിലൊരു കരുതലില്ലെന്ന് നിങ്ങൾ സ്മൃതി, അങ്ങനെ ഒരു കാലതാമസത്തിന്റെ പ്രശ്നമല്ല. അദ്ദേഹം രാജിവെക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം രാജിവെക്കില്ല, അദ്ദേഹത്തെ രാജിവെപ്പിക്കുകയാണ് വേണ്ടതേ. രാജി ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ട് ശ്രീ ബി എൻ ഹസ്കർ? രാജി ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് ശ്രീ ബി എൻ ഹസ്കർ? ഇതിനൊരു വിശദീകരണം അദ്ദേഹം നൽകി തന്നെ താങ്കളും കേട്ടല്ലോ. ആ വിശദീകരണം കേട്ടപ്പോഴേക്കും മന്ത്രി സജി ചെറിയാൻ അതുകൊണ്ട് തൃപ്തിയായി. അവരവിടെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൂടെ ഒരു സിഗരറ്റ് ഇദ്ദേഹം ചോദിച്ചെന്ന് പറയുന്നു. അപ്പോൾ സിഗരറ്റ് വലിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട്, മദ്യപിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പോകുമെന്ന് കരുതുകയാണോ എന്നവർ തിരിച്ചു ചോദിക്കുകയാണ്. അതാണ് ഈ പ്രഗത്ഭനെ മനസ്സിലാക്കൽ ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ. അല്ല, ഓരോ വ്യക്തികളും ഓരോ സംഗതിയെ സമീപിക്കുന്നത് വ്യത്യസ്ത കാഴ്ചപ്പാടുകളോടുകൂടിയാണ്. അപ്പോൾ ആ സ്വാഭാവികമായും അന്ന് ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹം അത്തരത്തിൽ ഏതെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വെളിപ്പെടുത്തൽ നാം എല്ലാവരും കേട്ടതാണ്, കേരളീയ പൊതുസമൂഹം മുഴുവൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വെളിപ്പെടുത്തലുകൾക്കൊപ്പം അദ്ദേഹം പറയുന്നതിൻ്റെ വസ്തുതകളിലേക്ക് കൂടി പരിശോധിക്കപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഞാൻ അതുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുഭവം നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുള്ള ആ ദുരനുഭവം നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിലുണ്ട്. വലിയവനെ എറിഞ്ഞ് വലുതാവുക എന്നുള്ളത് എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള ദുരനുഭവം താങ്കൾ പറഞ്ഞത് നന്നായി. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ദുരനുഭവം CPM-ൽ നിന്നാണല്ലോ, ഇടത് സർക്കാരിൽ നിന്നാണല്ലോ ആദ്യമായി ഉമ്മൻചാണ്ടി അത് നേരിട്ടത്. വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട്, വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട്, കുട്ടികളുണ്ടെങ്കിൽ TV-ക്ക് മുന്നിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയ്ക്ക് അസഭ്യം വാർത്താ സമ്മേളനത്തിലൂടെ വിവരിക്കുകയായിരുന്നല്ലോ, ഓർമ്മയുണ്ടല്ലോ. പിന്നീട് ആ കേസ് എന്തായെന്നും അല്ല, അതുകൊണ്ടാണല്ലോ നമുക്ക് ആ കേസിന്റെ നാൾവഴികൾ അറിയാം. കേസ് ഒടുവിൽ എത്തിച്ചേർന്നപ്പെട്ടിട്ടുള്ള സാഹചര്യം നമുക്കറിയാം. ശരി, നമുക്കറിയാം, സാഹചര്യമൊക്കെ അറിയാം. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നും അറിയാലോ. ഈ കേരളം കണ്ടതാണല്ലോ ആ നേതാവിനെ ഏത് രൂപത്തിലാണ് ചെളിവാരി എറിഞ്ഞതെന്ന്. നമുക്കിപ്പോൾ അറിയുന്ന വിവരം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രഞ്ജിത്തിൻ്റെ രാജിക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ
അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. അതാണിപ്പോൾ CPM-ന്റെ തീരുമാനം. കാത്തിരിക്കാം, അദ്ദേഹത്തിന് സമയം കൊടുക്കാം. ഏത് ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നോക്കട്ടെ എന്നാണ് CPM വൃത്തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇനി എന്തൊക്കെ പ്രതിഷേധം വരും, ഇനി വല്ല വെളിപ്പെടുത്തലും വരുന്നുണ്ടോ, അപ്പോൾ നോക്കിയിരിക്കാം. ബംഗാളിൽ നിന്നല്ലേ വന്നിട്ടുള്ളൂ, കേരളത്തിൽ വരുന്നുണ്ടോ നോക്കാം. സ്വയം രാജിവെച്ച് പോകുമെന്ന പ്രതീക്ഷയിലാണ് CPM നേതൃത്വം. അദ്ദേഹത്തിന് സമയം കൊടുക്കുന്നു, അദ്ദേഹത്തിന് മാന്യമായ എക്സിറ്റിനുള്ള സാഹചര്യം ഒരുക്കുന്നു. കോൺഗ്രസിൻ്റെ പ്രതികരണമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അറിയേണ്ടത്. നിജേഷ് അരവിന്ദ്, എന്തൊരു കരുതലാണ് ഈ കാര്യത്തിൽ? വല്ലാത്തൊരു കരുതലാണ്. ഭാസ്കർ ഇപ്പോൾ പറഞ്ഞത്. നിജേഷ്, ഞാനൊന്ന് ഈ വാർത്തയുടെ വിശദാംശം എടുത്തിട്ട് വന്നാലോ? നിജേഷ് ഒന്ന് ഈ വാർത്തയുടെ വിശദാംശം എടുത്തിട്ട് വരാം. ശ്രീജിത്തിന്റെ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ രാഷ്ട്രീയ തീരുമാനമാണ് രഞ്ജിത്തിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം. അതുകൊണ്ട് അദ്ദേഹം ഇറങ്ങണോ എന്ന രാഷ്ട്രീയ തീരുമാനം CPM എടുക്കുമെന്നാണ് നേരത്തെ സജി ചെറിയാൻ പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പാർട്ടിക്കെത്താൻ സമയമായിട്ടില്ല എന്ന വിവരമാണോ നമുക്ക് ലഭിക്കുന്നത്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട്, ശ്രീജിത്ത്? സ്മൃതി, CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുള്ള പഠന ക്യാമ്പ് തിരുവനന്തപുരത്ത് വിളപ്പിൽശാല EMS അക്കാദമിയിൽ നടക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവിടെയാണ്. അവിടെ എത്തി അദ്ദേഹത്തോടൊരു പ്രതികരണം ഇക്കാര്യത്തിൽ ഞാൻ ആരാഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം ഇന്ന് പ്രതികരിച്ചില്ല. അല്പം മുമ്പ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കട്ടെ, താൻ രാവിലെ മുതൽ ഈ ക്യാമ്പിലാണ്, ഈ വിഷയങ്ങൾ തൻ്റെ മുന്നിൽ വന്ന വിഷയങ്ങൾ പരിശോധിക്കട്ടെ, പരിശോധിച്ച ശേഷം ഇത് ഏത് ഘട്ടത്തിലേക്കാണ് മാറുന്നതെന്ന് മനസ്സിലാക്കി തീരുമാനമെടുക്കാം എന്നാണ് MV ഗോവിന്ദൻ നൽകുന്ന പ്രതികരണം. അതായത് ഈ കാര്യത്തിൽ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് എന്നൊരു സമീപനം CPM-നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ എങ്ങോട്ടാണ് ഈ കാര്യങ്ങൾ വളരുന്നത്, ഏത് ഘട്ടത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നത് വിലയിരുത്തിക്കൊണ്ടുള്ളൊരു സമീപനം സ്വീകരിച്ചാൽ മതി എന്നാണ് CPM ആലോചിക്കുന്നത്. തിടുക്കപ്പെട്ടൊരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന ധാരണയുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ കാര്യങ്ങൾ അവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. CPI കർശനമായ നിലപാടെടുത്തു കഴിഞ്ഞു. CPI തങ്ങൾ ഈ രഞ്ജിത്ത്, ഈ ലൈംഗിക ആരോപണം നേരിടുന്ന രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നതിനുള്ള അതൃപ്തി CPI കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലപാടുമായി CPM-ന് ഏറെക്കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. CPI-യുടെ യുവജന സംഘടനയായ AYF പ്രത്യക്ഷ സമരത്തിലേക്ക് രഞ്ജിത്ത് രാജിവെക്കുന്നില്ലെങ്കിൽ പോകാനുള്ള തീരുമാനവും എറണാകുളത്ത് വെച്ച് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മുന്നണിയിൽ തന്നെ വളരുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ ഹേതുവായി രഞ്ജിത്ത് മാറുകയാണെങ്കിൽ അതിനെ എങ്ങനെ രാഷ്ട്രീയമായി വീണ്ടും ചുമക്കാൻ കഴിയും എന്നുള്ള പ്രശ്നമാണ് CPM-ന് മുന്നിലുള്ളത്. നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ ഇതൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് രഞ്ജിത്ത് കടന്നു വന്നിരിക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് 2 സീറ്റിലേക്ക് വരെ പരിഗണിക്കപ്പെട്ട ആളായിരുന്നു രഞ്ജിത്ത് എന്ന് കൂടി ഓർക്കണം. മാത്രമല്ല അത്തരത്തിൽ CPM നേതൃത്വമായി ഏറെ അടുപ്പം പുലർത്തുന്ന ഒരാളെന്ന നിലയിലുള്ള പരിഗണന ഒരുപക്ഷെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് കൊണ്ടാകാം ഈ തീരുമാനമെടുക്കുന്നത്. എന്നാൽ ഈ വിവാദങ്ങളും മറ്റും കണ്ട് പാർട്ടിക്കും സർക്കാരിനും ദോഷമുണ്ടാക്കാതെ രഞ്ജിത്ത് സ്വയം രാജിവെച്ച് കൊടുക്കുന്ന ഒരു സമയമായി കൂടി വേണമെങ്കിൽ ഈ സാവകാശത്തെ CPM എടുക്കുന്ന സാവകാശത്തെ നമുക്ക് വിലയിരുത്താം. ശ്രീജിത്ത്, ഇപ്പോൾ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണല്ലോ. ചുറ്റുവട്ടത്തും നടക്കുന്നത് പാർട്ടി അറിയുന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ സിനിമാ ലോകത്ത് നിന്നടക്കം വലിയ പ്രതിഷേധങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യം പരസ്യ പ്രതികരണങ്ങൾ കുറവായിരുന്നെങ്കിലും ദിവസം കഴിയുന്തോറും ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങൾക്ക് മടിക്കാതെ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇന്ന് നടി ഉർവശിയുടേതടക്കം ശക്തമായ പ്രതികരണം വന്നിട്ടുണ്ട് രഞ്ജിത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെ പാർട്ടി കാണുന്നുണ്ട്. അപ്പോൾ രാജിവെച്ച് പോകാൻ അവസരമൊരുക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിയായിട്ട് സ്വയം ഒരു തീരുമാനമെടുക്കുന്നില്ല, സർക്കാരായിട്ട് രാജി ആവശ്യപ്പെടുന്നില്ല, സ്വയം രാജിവെച്ച് പോകട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ക്ഷീണിക്കുന്ന പാർട്ടിയാണ്, പാർട്ടിയുടെ സ്ത്രീപക്ഷ നിലപാടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതിന്റെ മേനി പറയുന്ന പാർട്ടിക്ക് ഈ വിഷയത്തിൽ എങ്ങനെ പറഞ്ഞു നിൽക്കാനാകും, ശ്രീജിത്ത്? സ്മൃതി, CPIM-ന്റെ സ്ത്രീപക്ഷ നിലപാട് മാത്രമല്ല പാർട്ടിയുടെ പുരോഗമന വീക്ഷണം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്കാണ് ഈ രഞ്ജിത്ത് വിവാദം വളരുന്നത്. കാരണം ലൈംഗിക ആരോപണം നേരിടുന്ന ഒരു വ്യക്തി പാർട്ടി ഭരിക്കുന്ന സർക്കാരിലെ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉന്നതമായ ഒരു പദവി വഹിക്കുമെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. മാത്രമല്ല അത്തരത്തിൽ ലൈംഗിക ആരോപണം നേരിടുന്ന വ്യക്തിയെ ഏത് തരത്തിലാണ് സിനിമാ മന്ത്രിയായ സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാൻ ന്യായീകരിക്കുന്നത്? പിന്നീട് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നിലപാട് തിരുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ചുറ്റുവട്ടത്ത് നടക്കുന്നതെല്ലാം പാർട്ടിക്ക് അറിയാത്തതല്ല. പിന്നെ എന്താണ് രഞ്ജിത്തിനെ നീക്കുന്നതിൽ നിന്ന്, രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെടുന്നില്ലെന്ന് CPM-നെ പിറകോട്ട് വലിക്കുന്നത് എന്നതാണ് പ്രശ്നം. അപ്പോൾ അത്തരം ചില ആക്ഷേപങ്ങൾ മുന്നിൽ വരും. കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പാർട്ടി നേതൃത്വവുമായി രഞ്ജിത്തിനുള്ള ഏറ്റവും അടുത്ത ബന്ധം, പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോഴിക്കോട് സീറ്റിലേക്കടക്കം രഞ്ജിത്തിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. DYFയുടെ സെമിനാറിൽ അദ്ദേഹം, DYFയുടെ പരിപാടികളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. അതൊന്നും DYFയുടെ കുഴപ്പം കൊണ്ടായിരിക്കില്ല, അദ്ദേഹം ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടാകും.
ഉണ്ടാവാം. അങ്ങനെ ക്ഷണിച്ചുകൊണ്ട് പോയിന്ന അടക്കമുള്ള പല പരിപാടികളിലും പങ്കെടുത്ത പുരോഗമന വീക്ഷണം പുലർത്തുന്ന ഒരാളെന്ന നിലയിൽ ക്ഷണിച്ചുകൊണ്ടുപോയ ആളാണ് ഇത്തരത്തിലൊരു നിലയിൽ പ്രതിസന്ധിയിലേക്ക് പാർട്ടി ആക്കിയിരിക്കുന്നത്. അപ്പോൾ പാർട്ടി എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നതൊരു ചോദ്യമായിരിക്കുന്നു. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഉർവശിയടക്കമുള്ള നടികൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങൾ, CP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ, AIYF അടക്കമുള്ള യുവജന സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം പാർട്ടിക്ക് മുന്നിലുണ്ട്. എന്തുകൊണ്ട് എന്നിട്ടും നടപടി എടുക്കാൻ അമാന്തം കാണിക്കുന്നു എന്നതാണ് പ്രശ്നം. ഈ അമാന്തത്തിന് പാർട്ടി നേതൃത്വം മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ തന്നെ പാർട്ടിയുടെ സൈബർ ഹാൻഡിലുകളിലൊക്കെ തന്നെ ശക്തമായ വിമർശനമാണ് ഈ കാര്യത്തിൽ നേരിടേണ്ടി വരുന്നത്. സജി ചെറിയാൻ രണ്ടാമതും രാജിവെക്കേണ്ടി വന്നാൽ അത് നാണക്കേടാണെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സൈബർ ഹാൻഡിലുകളിൽ നിറയുന്നുണ്ട്. വിരൽ ചൂണ്ടപ്പെടുന്നത് പാർട്ടി സെക്രട്ടറിയിലേക്കാണോ ശ്രീജിത്ത്? അതാണ് അറിയേണ്ടത്. പാർട്ടി സെക്രട്ടറിയുടെ നിലപാടിലേക്കാണോ എല്ലാവരും ഉറ്റുനോക്കുന്നത്? ഇതിപ്പോൾ ഈ തരത്തിൽ വലിയ വിവാദം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു വലിയ കോൺക്ലേവ് നടത്തും സിനിമാ വക്കീലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന് പറയുന്ന ഘട്ടമാണ് അത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ്. ആ കോൺക്ലേവിന്റെ നടത്തിപ്പുകാരനായി ചലച്ചിത്ര അക്കാദമി ചെയർമാനും ഉണ്ടാകുമെന്ന വാർത്തകളാണ് നേരത്തെ കേട്ടിരുന്നത്. അപ്പോൾ ആ ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് ഇപ്പോൾ ആരോപണ വിധേയനായി നിൽക്കുന്നത്. പവർ ഗ്രൂപ്പുണ്ട് മലയാള സിനിമ എന്ന് പറയുമ്പോൾ ആ പവർ ഗ്രൂപ്പിന്റെ ഭാഗം സർക്കാരിലുമുണ്ട്, മന്ത്രിയായും MLA ആയും എന്നുള്ള ആരോപണം അവിടെ നിൽക്കുന്ന ഘട്ടമാണ്. അപ്പോഴാണ് ചലച്ചിത്ര അക്കാദമിയിലും ആ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന സംശയം വരുന്നത്. അപ്പോൾ പവർ ഗ്രൂപ്പിന്റെ പിടിയിലാണ് സർക്കാർ, പാർട്ടി എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാകുമോ പാർട്ടിക്ക്, ശ്രീജിത്ത്? സ്മൃതി, രഞ്ജിത്തിൻ്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം വരേണ്ടത് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നുമാണ്. ഇവർ തമ്മിലുള്ള ഒരു ആശയവിനിമയം നടന്നു കഴിഞ്ഞാൽ ഇക്കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി വടക്കൻ ജില്ലകളിലെ പരിപാടികളിലായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമോ ഒരുപക്ഷെ ഇന്ന് രാത്രിയോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി ഒരു ആശയവിനിമയം ടെലിഫോണിലെങ്കിലും നടക്കും. അതിനുശേഷമായിരിക്കും രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം നയപരമായി വരിക എന്നാണ് കരുതുന്നത്. എന്തായാലും ഈ രഞ്ജിത്തിനെ, ഇത്തരത്തിൽ ആരോപണം നേരിടുന്ന രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി പോലുള്ള മഹത്തരമായ ഒരു സ്ഥാപനത്തിന് തലപ്പത്തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതോട് തങ്ങൾക്ക് ഒരു തരത്തിലും യോജിപ്പില്ല. രഞ്ജിത്തിനെ സംരക്ഷിക്കരുത് എന്ന കാര്യം കൃത്യമായി CPI നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ മുന്നണിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയടക്കം നിലപാട് വ്യക്തമാക്കിയ വിഷയത്തിൽ മറിച്ചൊരു തീരുമാനവുമായി മുന്നോട്ട് പോകാൻ CPIMനോ മുഖ്യമന്ത്രിക്കോ കഴിയുമെന്ന് കരുതുന്നില്ല. അങ്ങനെ കരുതിയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടിയും വരും. ശരി, സ്വയം പ്രതിരോധത്തിലാകുന്ന തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് പാർട്ടി നീങ്ങുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാത്തിരിക്കാം. രാജി സ്വയം രഞ്ജിത്ത് വെക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് CPM പോകുന്നു എന്നുള്ള സൂചനകളാണ്. ഞാൻ നിജേഷ് അരവിന്ദിന്റെ പ്രതികരണത്തിലേക്ക് എത്താം. നിജേഷ് അരവിന്ദ്, ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടെന്ന് നിരീക്ഷിക്കുകയാണ് CPIM. രാജി ആവശ്യപ്പെടേണ്ടതില്ല, അദ്ദേഹം സ്വയം രാജിവെക്കുമോ എന്ന് നോക്കാം. ഇതാണ് CPMന്റെ തീരുമാനം. അല്ല, നമ്മളൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില ധാർമ്മികതയുണ്ട്. അതിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളുണ്ടാവാം. പക്ഷേ കേരളത്തിൽ UDF ആവട്ടെ LDF ആവട്ടെ ഏത് കാലവും സൂക്ഷിച്ച ചില രാഷ്ട്രീയ മര്യാദകളും രാഷ്ട്രീയ മൂല്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നുള്ള വല്ലാത്തൊരു ഒളിച്ചോട്ടമാണ് CPM കാണിക്കുന്നത്. ഇപ്പം തന്നെ ഹസ്കർ നേരത്തെ പറഞ്ഞു 14 വർഷം മുമ്പ് ഇവരൊക്കെ എവിടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോക്കസ് മുഴുവൻ 14 വർഷം മുമ്പ് ഇവരത് പറഞ്ഞില്ല എന്നുള്ളതാണ്. മിസ്റ്റർ ഹസ്കർ 14 വർഷം മുമ്പ് തുറന്നു പറഞ്ഞ ഒരുപാട് കേസുകളുണ്ട് ഇവിടെ. ഇന്ന് കേരളത്തിലെ ആഭ്യന്തര സംവിധാനത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് P. ശശി എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ 20 കൊല്ലം മുമ്പാണ് ഒരു ലൈംഗിക ആരോപണ കേസ് വന്നത്. എന്തായി? 20 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഇപ്പം പറഞ്ഞിരിക്കുന്ന പവർ ഹൗസായി മാറി. KTDC ചെയർമാനെതിരെ 10 വർഷം മുമ്പ് അഴിമതി ഒരു സ്ത്രീ ആരോപണം വന്നു. ഇന്ന് അദ്ദേഹം KTDCയുടെ ചെയർമാനാണ്. ഗോപി കോട്ടമുറിക്കലിനെതിരെ ഒളിക്യാമറ വിവാദം വന്നു. പാർട്ടി ഓഫീസിനകത്ത് സ്ത്രീകളെ പീഡിപ്പിച്ച ചിത്രം. അദ്ദേഹം ഇന്ന് എറണാകുളത്തെ പാർട്ടിയിലെ ശക്തനാണ്. ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ പരസ്യമായ കാര്യങ്ങളാണ്. AK ശശീന്ദ്രനെതിരെ പരസ്യമായ കാര്യങ്ങളാണ്. അവരൊക്കെ എവിടെയാണ്? അവരൊക്കെ സംരക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് വർഷമല്ല മിസ്റ്റർ ഹസ്കർ, ഇതൊരു നിലപാടിൻ്റെ പ്രശ്നമാണ്. ഇതൊരു ആർജവത്തിൻ്റെ പ്രശ്നമാണ്. ഒരു സ്ത്രീ സംരക്ഷണം എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രധാനപ്പെട്ട കാര്യമാവണം. കേവലം ഒരു വ്യക്തി ഇത് രഞ്ജിത്തിലേക്ക് ഫോക്കസ് ചെയ്ത് രഞ്ജിത്ത് രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല. ഇത് രഞ്ജിത്ത് രാജിവെക്കണം എന്നുള്ളത് ഇതിന് അങ്ങ് വല്ലാതെ പഠിക്കൊന്നും വേണ്ടല്ലോ. ഇതിന് CPMന്റെ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. കേരളത്തിനകത്തൊരു മന്ത്രിയുടെ കാറിനകത്തൊരു സ്ത്രീയെ കണ്ടു എന്നതിൻ്റെ പേരിൽ മന്ത്രി രാജിവെച്ച സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. നമുക്കൊക്കെ ചരിത്രത്തിലേക്ക് പോയാൽ
ഇനി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ആരോപണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതാവിനല്ലല്ലോ, അവരെങ്ങ് മാറ്റിയേക്കുക. എന്തുകൊണ്ട് 4.5 വർഷക്കാലമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടയിരുന്നു? ഇതാണല്ലോ ഒന്നാമത്തെ ചോദ്യം. എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വികലമായി പുറത്തു വന്നു? എന്തുകൊണ്ടാണ് മുറിക്കപ്പെട്ട 50-60 പേജുകൾക്കകത്തുള്ള രഹസ്യങ്ങൾ പുറത്തുവിടാൻ ഗവൺമെന്റ് മടിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇതൊക്കെയല്ലേ ചോദ്യം. ഇന്ന് ഇന്ത്യ രാജ്യം മുഴുവൻ കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ സുഹൃത്തുക്കൾ വിളിച്ചു ചോദിക്കുന്നു, എന്തൊരു കേരളമാണിത്? നിങ്ങളെയൊക്കെ ഞങ്ങൾ കണ്ടിരുന്ന ഒരു നിലപാടിൻ്റെ ആളുകളായിരുന്നു, എന്താണ് നിങ്ങൾ സംഭവിക്കുന്നത്? ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ത്രീ സംഘടനകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴും കേരളത്തിലെ ഗവൺമെന്റിന് അനങ്ങാപ്പാറ നയമാണ്. അവർക്ക് ചില ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? നമ്മൾ കൊൽക്കത്തയിലെ ഡോക്ടറുടെ പ്രശ്നം വന്ന സമയത്ത്, അല്ലെങ്കിൽ ഉന്നാവയിലെ പെൺകുട്ടികളുടെ പ്രശ്നം വന്നപ്പോൾ, മണിപ്പൂരിലെ സ്ത്രീകളുടെ പ്രശ്നം വന്ന സമയത്ത്, മഹാരാഷ്ട്രയിലെ സ്ത്രീ വിഷയം വന്ന സമയത്ത് മെഴുകുതിരി കത്തിച്ച് പ്രൊട്ടസ്റ്റ് നടത്തി തെരുവിലേക്ക് ഇറങ്ങിയ, അല്ലെങ്കിൽ സമരത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിനകത്ത് ഒരു തൊഴിൽ മേഖല മുഴുവൻ ഇതുപോലെ ആക്കപ്പെടുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ട്, വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് 4.5 വർഷക്കാലം സാക്ഷാൽ പിണറായി വിജയന്റെയും സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള വളരെ കേരളത്തിലെ അധികാര കേന്ദ്രത്തിന്റെ അങ്ങേ അറ്റത്തിരിക്കുന്ന ആളുകളുടെ കൈവശം അവർ മാത്രം കണ്ട റിപ്പോർട്ട് അതിനനുസരിച്ച് കേസെടുക്കാൻ, നടപടിയെടുക്കാൻ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് കഴിയുന്നില്ല? അതിന് പിണറായി വിജയൻ പറഞ്ഞ ന്യായീകരണം എന്താ? അവർ തന്നെ പറഞ്ഞിരുന്നു. ഇവിടെ അവരെന്ത് പറഞ്ഞു? ഇനി അവർ പറഞ്ഞാൽ 1.5 കോടി രൂപ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് ഒരു കമ്മീഷനെ വെച്ച് ആ കമ്മീഷനിൽ മൊഴി കൊടുത്ത്, ആ മൊഴി കൊടുത്തതിന്റെ പേരിൽ നടപടി എടുക്കാൻ ആ കമ്മീഷൻ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ എടുക്കാതിരിക്കാൻ പറ്റുമോ? അതാണോ കേരളത്തിലെ നിയമം? ഇന്ത്യ രാജ്യത്തെ നിയമം അതാണോ? ഇത് നടപടി എടുക്കാനുള്ള ആർജവം സർക്കാരിനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പൊ ആനി രാജ പറഞ്ഞല്ലോ, ഇന്ന് CPIയുടെ നേതാവ് ആനി രാജ പറഞ്ഞു രാജിവെക്കണം. ഇത് രാജിവെക്കണം എന്ന് പറയാൻ എന്ത് പ്രയാസമാണുള്ളത്? ഞാൻ രഞ്ജിത്തിന്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും പോകുന്നില്ല. അവരെ കോഴിക്കോട് മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥിയാക്കിയാൽ SFI DYFI പോയി എന്ന കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് എങ്കിൽ അത് മാറി നിൽക്കണം എന്ന് പറയാൻ ഒരുപാട് ആലോചിക്കേണ്ട കാര്യം എന്താ? ഇനി മാറി നിൽക്കണം എന്ന രാഷ്ട്രീയ ധാർമ്മികത കാണിക്കാൻ രഞ്ജിത്തിന് ഇത്രകാലം ആലോചിക്കേണ്ട കാര്യം എന്താ? ശരി, ഡോക്ടർ സോണിയ തിലകൻ, ഇപ്പോൾ കൊടുത്ത പരാതികളിൽ നടപടിയെടുക്കാത്തതിൻ്റെ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താങ്കളുടെ കാര്യത്തിൽ തന്നെ താങ്കൾക്കുണ്ടായ ദുരനുഭവത്തിൽ താങ്കളുടെ സഹോദരൻ രേഖാമൂലം തന്നെ AMMA സംഘടനയ്ക്ക് പരാതി നൽകിയിരുന്നു. അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇപ്പോൾ 15 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള വെളിപ്പെടുത്തലിനെ അപഹസിക്കുന്നവർ നേരത്തെ വന്ന പരാതികളിൽ എന്തു ചെയ്തു എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഇതിപ്പോൾ ബംഗാളി നടിയുടെ പരാതി, അതിന്മേൽ സർക്കാർ തീരുമാനമെടുക്കുന്ന വൈകൽ, ഇതിനെ എങ്ങനെയാണ് സോണിയ കാണുന്നത്? എൻ്റെ വിഷയം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിനെക്കുറിച്ച് ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതിൽ അർത്ഥമില്ല. എൻ്റെ ബ്രദർ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സംഘടനയ്ക്കകത്തുള്ള വിഷയം അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് ഇപ്പം പരാതി കിട്ടിയിട്ടില്ല എന്നല്ലേ പറയുന്നത്. അപ്പം അതിൻ്റെ അവർ തന്നെ തമ്മിൽ സംസാരിച്ചിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പിന്നീടല്ലേ അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ബംഗാളി നടിയുടെ ശ്രീ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ ബംഗാളിൽ ഇരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലും ഇവിടെ വന്നതിൻ്റെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ചിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ അവരിവിടെ വന്ന് പരാതി തരണം എന്നൊന്നും ആക്ച്വലി ഇല്ല. അപ്പോൾ അങ്ങനെ പരാതി എടുക്കാൻ എന്തുകൊണ്ട് വൈകുന്നു എന്ത് തന്നെ പറഞ്ഞാലും സ്ത്രീകൾ ഒരു 3-4 ദിവസമായിട്ട് എല്ലാ പൊതുജനങ്ങളും ഈ ഒരു വിഷയത്തിൽ എങ്ങനെ സർക്കാർ നീങ്ങുന്നു, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് നീതി കിട്ടുന്നു ഈഗർലി വെയിറ്റിംഗ് ആണ്. ഇത്ര ബുദ്ധിമുട്ടാണോ സ്ത്രീകൾക്ക് ഒരു നീതി കിട്ടാൻ വേണ്ടി എന്നുള്ള ഒരു എന്താ പറയുക ആശങ്ക, അത് ഞാൻ ഉൾപ്പെടുന്ന പൊതുജനത്തിന് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഇതെന്താകും? ഇപ്പം ശ്രീ രഞ്ജിത്തിനെ ഇത്രയേറെ അദ്ദേഹം ഇങ്ങനെ ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണ വിധേയമായിട്ട് മാറി നിൽക്കണം തന്നെയാണ് എന്നെപ്പോലുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം. അതേപോലെ തന്നെ വേറെ 2 പേരും ഇപ്പം ലിസ്റ്റിലുണ്ട്. 2 പേർക്കെതിരെ ഒരു മൊഴി വന്നിട്ടുണ്ട്. അപ്പം അവരെക്കുറിച്ചൊന്നും ആരും അധികം പറഞ്ഞു കണ്ടില്ല. ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ ഇത് കൂടുതലുള്ളത് കൊണ്ട് പുള്ളിയുടെ നേരെ ഒരു ആക്രമണം അത് നാച്ചുറൽ. ചലച്ചിത്ര അക്കാദമി ചെയർമാനാണല്ലോ, സർക്കാർ സംവിധാനത്തിന്റെ ചുമതലയിൽ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ആ വിഷയം കൂടുതൽ ശക്തമായി വരുന്നത്. സോണിയ,
അതെ അതെ തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇപ്പം ഇത്രയൊരു അറ്റാക്ക്. പക്ഷേ ഇതിൻ്റെ മറവിൽ വേറെ 2 പേര് അവിടെ സന്തോഷിച്ചിരിപ്പുണ്ട്. അതാണ് ഒന്ന് ശ്രീ സിദ്ദിഖിനെതിരെ ഒരു ലേഡി ഇപ്പം ഞാൻ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ, അതിൻ്റെ ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. അതേപോലെ ഇടവേള ബാബുവിനെ കുറിച്ചും ഇവരൊക്കെ അതെ രേവതി സമ്പത്ത് ഇപ്പം അത് വളരെ ഗുരുതരമായ റേപ്പ് അറ്റംപ്റ്റ് ആണ്, റേപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും വീണ്ടും ഇവരിനി പരാതിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം എന്ന് പറയുന്നത് ഇറ്റ്സ് ടു മച്ച്. അതൊക്കെ അതും ചെറിയ പ്രായത്തിൽ പോക്സോ അമെൻഡ് ചെയ്യുന്നതിന് മുൻപാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാനും ബുദ്ധിമുട്ടല്ലേ അത് ശരിക്കും പറഞ്ഞാൽ കേസെടുത്ത അവരൊക്കെ അന്വേഷണം നേരിടുക തന്നെയാണ് വേണ്ടത്. ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയവരും പരാതി നൽകണം എന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. അതാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ സ്വന്തം നിലയ്ക്ക് പരാതി നൽകണം. അതാണ് അതെ, അങ്ങനെ കമ്മിറ്റിയുടെ മുമ്പിൽ രഹസ്യമായിട്ട് മൊഴി നൽകിയിട്ട് പിന്നെ പരസ്യമായിട്ട് വന്ന് പരാതി തരണം എന്ന് പറയുന്നതിലൊരു വൈരുദ്ധ്യമില്ലേ? അങ്ങനെ പറ്റാത്തത് കൊണ്ടാണല്ലോ രഹസ്യമായിട്ട് കൊടുത്തത്. എന്നിട്ട് പോലും ഇത്രയും ഒരു ഇഷ്യൂസ് ആയിട്ടും ഇപ്പോഴും പലർക്കും മുന്നോട്ട് വരാൻ ധൈര്യമായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് വരാത്തത്? ഇപ്പൊ 2 പേര് വന്ന് പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ കേസ് എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തിയ ഒരു അന്വേഷണം അറ്റ്ലീസ്റ്റ് ഇപ്പം ശ്രീ രഞ്ജിത്തിന്റെ കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇതാണ്. അമ്മ സംഘടനയുടെ കാര്യത്തിൽ ശ്രീ തിലകനെ പുറത്താക്കാൻ വേണ്ടി ഇവർ ഏകദേശം ഒരു 10 ദിവസം കൊണ്ടാണ് ഇവർ തീരുമാനിക്കുന്നത്. ഡിസിപ്ലിനറി കമ്മിറ്റി ഉണ്ടാക്കി മാഫിയ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ തിലകൻ എന്നിട്ട് മാധ്യമങ്ങൾ ചോദിച്ചു നിങ്ങളെ തിലകനെ പുറത്താക്കിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞ ഇടവേള ബാബു പറഞ്ഞ സെൻറ്റൻസ് ആണ് സ്വന്തം അച്ഛൻ മരിച്ചാലും 24 മണിക്കൂർ എന്ന്. അതായത് 24 മണിക്കൂറേ വെച്ചേക്കുള്ളൂ കുഴിച്ചിടുമെന്ന്. അപ്പോൾ മാഫിയ എന്ന് വിളിച്ചതാണോ കൂടുതൽ ക്രൈം, അതോ ഒരു സ്ത്രീയോട് ശരീരം ചോദിച്ചതാണോ വലിയ ക്രൈം, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് റേപ്പ് ചെയ്യുന്നതാണോ വലിയ ക്രൈം? അപ്പം ഇവരെയൊക്കെ വലിയ വലിയ പൊസിഷനിൽ റീറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? അവരുടെ സ്വാധീന ശക്തി എന്താണ്? അത് തന്നെയാണ് ഇപ്പോഴും ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്രയും വലിയ സ്വാധീന ശക്തിയിൽ നിന്ന് ഇത്രയും സ്ത്രീകളും മീഡിയയും പൊതുജനവും കൂടെ ഒത്തുചേർന്ന് നിന്നപ്പോഴത്തേക്കും കണ്ടോ ഈ ഒരു 3-4 ദിവസത്തിനിടയിൽ എന്തെല്ലാം ചേഞ്ചസ് വന്നു. അങ്ങനെ ഈ പറഞ്ഞ നീതിയിലേക്കുള്ള വഴി ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, ബട്ട് ഫൈനലി അതിലേക്ക് എത്തിച്ചേരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീലത നമ്പൂതിരി, താങ്കൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ ഇപ്പോഴത്തെ കാലം വരെ സിനിമാ മേഖലയിൽ ഉള്ള സജീവമായി നിൽക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ അതങ്ങ് ബംഗാളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്ത് തുടരാമോ പാടില്ല എന്ന് ഉർവശിയെ പോലുള്ള നടി പ്രതികരിച്ചിരിക്കുന്നു, പല സംവിധായകരും പ്രതികരിച്ചിരിക്കുന്നു. ഇപ്പോൾ സർക്കാർ ആ തീരുമാനത്തിലേക്ക് പോകാൻ അല്പം കാത്തിരിക്കാൻ, രാജിവെക്കുന്നെങ്കിൽ സ്വയം രഞ്ജിത്ത് രാജിവെക്കട്ടെ എന്നൊരു ആലോചനയിലേക്കാണ് CPIM പോകുന്നത്. ഇക്കാര്യത്തിൽ ശ്രീലതയുടെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് അദ്ദേഹം സ്വയം രാജിവെച്ച് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് അദ്ദേഹത്തിന് നല്ലത്. അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. വെറുതെ നമ്മൾ ഓരോരുത്തരുടെ ആരോപണങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് എന്തിനാ അതിനൊരു സന്ദർഭം കൊടുക്കുന്നത്? അതുകൊണ്ട് അദ്ദേഹം സ്വയം രാജിവെച്ച് പോകണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ബംഗാൾ നടിയെന്ന് പറയുന്നത് 2009 മറ്റോ ആണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നു. ഇത്രയും കാലം എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തു? അതെ, അത് ഇത്രയും വർഷങ്ങൾ അവർ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തു? അതിനൊക്കെ അവർ വിശദീകരണം നൽകുന്നുണ്ട് ശ്രീലത നമ്പൂതിരി, അതിനൊക്കെ അവർ വിശദീകരണം നൽകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അതായത് ഞങ്ങൾക്ക് അവർ ദീർഘമായ അഭിമുഖം തന്നെ നൽകിയിരുന്നു. അതായത് ഒരു പീഡനം നടക്കുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ അവർ നിന്നിട്ടില്ല. അവരെ സംബന്ധിച്ച് സിനിമയിൽ അഭിനയിക്കുക, ആ സിനിമയില്ലെങ്കിൽ മമ്മൂട്ടി നായകനായെത്തുന്ന സിനിമ എന്ന് കേട്ടുകൊണ്ടാണ് അവർ ബംഗാളിൽ നല്ല തിരക്കുള്ള നടിയാണ്, അവർ അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ള നടിയാണ്. അവരെ സംബന്ധിച്ച് ഇവിടെ ഒരു ചാൻസ് കിട്ടുക എന്നൊരവസ്ഥയിൽ വന്നതല്ല, മമ്മൂട്ടിയുടെ സിനിമ എന്ന് കേട്ടു വന്നതാണ്. അപ്പോൾ ഈ അനുഭവം ഉണ്ടായ ശേഷം ഈ പറഞ്ഞതുപോലെ കഴുത്തിൽ തൊടുകയും അവരുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങി വലിക്കുമ്പോൾ വളയിൽ തൊട്ടുകൊണ്ട് കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി സ്വന്തം നിലയ്ക്ക് പൈസ എടുത്ത് ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ചു പോയ ആളാണ്.
അത് അവരുടെ സുഹൃത്തുക്കളോട് അത് ഷെയർ ചെയ്തിരുന്നു, ആ കാലത്ത് തന്നെ ഷെയർ ചെയ്തിരുന്നു. അതിൽ മലയാളി സംവിധായകൻ ജോഷി ജോസഫും ഉണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ആ കാലത്ത് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇതിലുള്ള വെളിപ്പെടുത്തലൊക്കെ വന്ന പശ്ചാത്തലത്തിൽ ഞാനും അന്നൊരു മലയാള സിനിമയിൽ വന്നതാണ്, അന്ന് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നവർ പറഞ്ഞതേ ഉള്ളൂ. അവരത് വളരെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അവിടെ വന്ന് ഞാൻ കേസ് കൊടുക്കാനൊന്നും എനിക്ക് നേരമില്ല, വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഇവിടെ വന്ന് ചോദിച്ചാൽ ഞാൻ തെളിവ് തരാം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, രഞ്ജിത്ത് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാകണം. കാരണം രഞ്ജിത്തിൻ്റെ പ്രതികരണം വരുമ്പോഴും അവരൊരു സിഗരറ്റ് വലിക്കുന്ന സ്ത്രീയാണെന്ന്, അവരുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ അവർ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ, അല്പം മദ്യപിക്കുന്ന സ്ത്രീയാണെങ്കിൽ എന്തിനും തയ്യാറാകുന്നവർ എന്നൊരു വ്യാഖ്യാനമുണ്ടതിൽ. അങ്ങനെയല്ല എല്ലാവരും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് താനെന്നാണ് അവർ പറയുന്നത്. അതെ, തീർച്ചയായും. അല്ല, അങ്ങനെ അവരൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം വിഷമം ഉണ്ടായിട്ടായിരിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രഞ്ജിത്ത് മാപ്പ് പറയണം. അതിലൊരു കുഴപ്പവുമില്ല, അതിലൊരു കുറവുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതാണ്. മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ കുറ്റം സമ്മതിക്കൽ കൂടിയാണ്. ശ്രീലത നമ്പൂതിരി, താങ്കൾ ഈ കുറേ കാലമായല്ലോ ഈ മലയാള സിനിമയിൽ, ഇവർക്കൊക്കെ എതിരെ വരുന്ന ആദ്യത്തെ കേസും ആദ്യത്തെ ആരോപണവുമാണ്. നെഞ്ചിൽ കൈവച്ച് പറയാമോ, നിങ്ങൾ ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു? അല്ലേ, സത്യമല്ലേ? ഒരുപാട് കേട്ടിട്ടുണ്ട്. പുറത്തേക്ക് പറയുന്നില്ല. പുറത്തേക്ക് പറയുന്ന ആളെ ക്രൂശിക്കാനാണ് ഇവിടെ ആൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടല്ല, എനിക്ക് മാഡം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ, എൻ്റെ അടുക്ക വന്ന് ഇങ്ങനെ മോശമായ രീതിയിൽ ഒരാൾ പെരുമാറിയാൽ ഞാൻ രണ്ട് പൊട്ടിക്കും. അത് കഴിഞ്ഞേ ഉള്ളൂ കംപ്ലൈൻ്റൊക്കെ. പക്ഷേ ഇന്നത്തെ പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് ആ ധൈര്യമില്ല, അതാണ് എനിക്ക് അറിയേണ്ടത്. കിട്ടിയില്ലെന്ന് വരാം. ധൈര്യമുള്ളത് കൊണ്ടാണോ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്? വെളിപ്പെടുത്തലുകൾ താമസിച്ചു. ഓക്കെ, ഇത്രയും വർഷങ്ങൾ എന്തിനു കാത്തിരിക്കുന്നു? ഇപ്പോൾ ഒരാളെ ഇങ്ങനെ മോശമായി പെരുമാറിയാൽ നമുക്ക് ഒന്നിലും നമ്മുടെ ആ ഒരു ദേഷ്യം എന്തെങ്കിലും കാണിക്കുക, രണ്ട് പൊട്ടിക്കല്ലേ വേണ്ടത്. അതിനുശേഷം പിന്നെ മതിയുള്ള മറ്റുള്ള കാര്യങ്ങൾ. അതിന് പോലും ഇന്നത്തെ പെൺകുട്ടികൾക്ക് ധൈര്യമില്ലല്ലോ. ശ്രീലത നമ്പൂതിരി, ഇന്നത്തെ എന്ന് പറയണ്ട, പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമയില്ല, ആ തൊഴിലില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ധൈര്യം കാണിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ലാത്ത ഗതികെട്ട ജീവിതങ്ങളും ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, അങ്ങനെയല്ല, സിനിമയില്ലാതെയും ജീവിക്കാൻ പറ്റും. നമ്മൾ കാണിച്ചു കൊടുക്കണം. സിനിമയില്ലാതെ വേറെ എന്തെങ്കിലും തൊഴിൽ, നമ്മൾ എന്തെല്ലാം തട്ടുകടകളോ അതോ എന്ത് വേണേലും ഇട്ട് ജീവിക്കാം. പക്ഷെ എന്തിനാ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത് നല്ലതാണോ? അപ്പം ഇങ്ങനെ ഒരു ഹേമ കമ്മീഷൻ ആ റിപ്പോർട്ട് വന്നതുകൊണ്ടല്ലേ ഒരുപാട് പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ദിവസവും ഒരുപാട് പേര് എന്നെ പീഡിപ്പിച്ചു. ആരെ എന്തിപ്പോൾ കോടതിക്ക് എന്താണ് വേണ്ടത്, എവിടെ വെച്ച്, എപ്പോഴ്, തെളിവ് വേണ്ടേ? ചുമ്മാ ഇപ്പോൾ കാണുന്നവരെല്ലാം അങ്ങനെ പീഡിപ്പിച്ചു പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്താ? അപ്പൊ ഈ വെളിപ്പെടുത്തലുകൾക്ക് തീരുമാനമുണ്ടാകണമെന്നാണ്. അല്ല, ഈ റേപ്പിന് ബലാത്സംഗത്തിന് സാക്ഷിയൊന്നും ഉണ്ടാകില്ലല്ലോ ശ്രീലത നമ്പൂതിരി. തീർച്ചയായിട്ടും അത് ഓരോരുത്തരുടെ അനുഭവമല്ലേ? ഇല്ല, പക്ഷേ അല്ല അനുഭവമല്ല. ഇപ്പോൾ ഒരു കോടതിയിൽ നമ്മൾ പരാതി കൊടുക്കുമ്പോൾ അവർ ചോദിക്കില്ല തെളിവുണ്ടോ, ചോദിക്കാറുണ്ടല്ലോ. അപ്പം നമ്മൾ ഇനിയും മേലാൽ ഒരാളോട് വ്യക്തിയോട് സംസാരിക്കുമ്പം നമ്മൾ ഈ ഫോൺ ഓൺ ചെയ്ത് വെച്ച് സംസാരിക്കുക, അങ്ങനെയല്ലേ ഇനി പറ്റുള്ളൂ. പക്ഷേ ഈ സ്ത്രീകൾക്ക് എവിടെ പോയാലും ഈ അവഗണനയും ഒരുപാട് സഹിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സീനിലും 2 സീനിലും അഭിനയിക്കാൻ വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ഇപ്പം നമ്മുടെ ഈ സമൂഹത്തിൽ സത്യം പറഞ്ഞാൽ മൃഗങ്ങൾക്ക് പോലും ജീവിക്കാൻ വയ്യ. എന്ത് ചെയ്യും? ശരി, അപ്പോൾ സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛനെയോ ആങ്ങളമാരെ പോലും വിശ്വസിക്കാൻ വയ്യാത്ത ഒരു സമയമാണ്. ശരി, അങ്ങനെ സാമാന്യവൽക്കരിച്ച മൊത്തം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ എന്ന നിലയ്ക്ക് ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാൻ കഴിയില്ല ശ്രീലത നമ്പൂതിരി. കാരണം ഇപ്പോൾ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനൊരു കമ്മിറ്റി ഉണ്ടാകുകയും ആ കമ്മിറ്റിക്ക് മുമ്പാകെ നിങ്ങളുടെ മേഖലയിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊപ്പമുള്ളവർ തന്നെ അനുഭവങ്ങൾ തുറന്നു പറയുകയും ചെയ്ത പശ്ചാത്തലമാണുള്ളത്. അത് പുറം സമൂഹത്തിൽ ഇത്തരം കുറ്റങ്ങൾ ചെയ്താൽ അതിന് നിയമപരമായ നടപടിയും, അല്ലെങ്കിൽ തൊഴിൽ മേഖലയാണെങ്കിൽ ആ തൊഴിൽ നിയമങ്ങളും ഒക്കെ ഉണ്ട്. ഈ തൊഴിൽ നിയമങ്ങളൊന്നും ബാധകമാകാത്തൊരു പ്രത്യേക മേഖലയായി നിൽക്കുകയാണല്ലോ നിങ്ങളുടെ സിനിമാ മേഖല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കമ്മിറ്റി വേണ്ടി വന്നത്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ രഹസ്യമായി മൊഴി നൽകേണ്ടി വന്നത്. അതിനിടയ്ക്ക് ഇപ്പോൾ ധൈര്യമുള്ളവർ പരസ്യമായി പറയുകയും ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും. എനിക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാ മേഖലയിലും
എല്ലാ സ്ഥലത്തും ഇതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ സിനിമാ മേഖലയിലാവുമ്പം സിനിമാക്കാരുടെ കുറ്റങ്ങളോ കുറവുകളോ ഇതെല്ലാം കുറച്ച് കൂടുതലായിട്ട് ആൾക്കാർക്ക് സന്തോഷമാണ് കേൾക്കാൻ. പക്ഷേ ഈ മേഖലയെ അടച്ച് എല്ലാവരും മോശമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. അങ്ങനെ ഇവിടെ ആരും പറയുന്നില്ലല്ലോ. അങ്ങനെ ആരും പറയുന്നില്ലല്ലോ. ഈ ഒരു പ്രശ്നം വന്നപ്പം അങ്ങനെ ആരും പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പവർ ഗ്രൂപ്പ് ആരാണ് എന്ന പേരുകൾ പുറത്തു വരട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലവരായ ആളുകൾക്ക് ക്ലീൻ ഇമേജ് കിട്ടുകയും ചെയ്യും, മോശം ആൾക്കാർ ആരൊക്കെയാണെന്ന് ജനം അറിയുകയും ചെയ്യും. അതറിയണ്ടേ ശ്രീലത നമ്പൂതിരി? അതെ, അത് അറിയണം, തീർച്ചയായിട്ടും അറിയണം. പക്ഷേ ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് ഗ്രൂപ്പ് ഉണ്ടെന്ന് ഇപ്പൊ എല്ലാവരും പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ, സത്യമായിട്ടും. ഈ AMMയിലുള്ള അംഗത്വമുണ്ടോ? സിനിമാ സംഘടനയിലെ അംഗത്വമുണ്ടോ? ഉണ്ട്. ഞാൻ 2007 അവിടെ ചിലർക്ക് ഒരു പ്രത്യേക പവർ ഉള്ളതായി തോന്നിയിട്ടില്ല. എനിക്കൊരു പവറും തോന്നിയിട്ടില്ല. ചിലരെ നിശബ്ദമാക്കാനും ചിലർ പറയുന്നത് മിണ്ടാതിരിക്കാൻ, അവിടെ അടങ്ങിയിരിക്കാൻ പറയാനും ഒക്കെ ഒരു അങ്ങനല്ല. തിലകൻ ചേട്ടന്റെ പ്രശ്നമൊക്കെ ഏകദേശം ഞാൻ വരുന്നതിന് മുമ്പാണ്. അതുകൊണ്ട് തിലകൻ ചേട്ടനെ എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് നല്ല KPSC-യിലുള്ളപ്പോഴേ അറിയാം. എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കൈപിടിച്ച് കയറ്റി ഈ കുട്ടിയെ കൊണ്ടൊരു പാട്ട് പാടിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. എനിക്ക് നല്ലവണ്ണം അറിയാം അദ്ദേഹത്തെ. പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്താണെന്നുള്ളതും ഒന്നും എനിക്കതിനെപ്പറ്റി അറിയില്ല. കാരണം അതൊക്കെ ഞാൻ ചേരുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണത്. ശരി, എന്തായാലും ഒരു കാര്യം, ഈ പെൺകുട്ടികളെല്ലാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്ന് അപ്പം തന്നെ ഒരു 10 പേര് ഒരു പ്രതിഷേധിച്ച് ഒരു പരാതിയോ ഒന്ന് കോടതിയിലൊക്കെ സമർപ്പിച്ച് ഇന്ന് ഇത്രയും ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു. കുറച്ച് എല്ലാവരും ഒന്ന് ആലോചിക്കും. കോടതിക്കറിയാം ഇവർക്കൊന്നും പരസ്യമായി വന്ന് പരാതിപ്പെടാൻ പറ്റിയില്ല എന്ന് കോടതിക്കറിയാം. അതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നു ആ റിപ്പോർട്ട് ഇങ്ങോട്ട് തന്നാൽ മതി, ബാക്കി ഞങ്ങൾ ആലോചിച്ചോളാം. കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതിക്ക് സീൽ വെച്ച കവറിൽ ആ റിപ്പോർട്ട് അങ്ങോട്ട് എത്തിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീലത നമ്പൂതിരി, തിരിച്ചെത്താം. കുഞ്ഞില മുസ്ലാമണി, കുഞ്ഞില, ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ, ഇപ്പോൾ CPM-ന്റെ അടക്കം വന്നിരിക്കുന്ന തീരുമാനങ്ങളെ കുഞ്ഞില എങ്ങനെയാണ് കാണുന്നത്? രഞ്ജിത്ത് എന്ന സംവിധായകന് പിന്നിൽ ഉറച്ചു നിൽക്കാൻ പാർട്ടി തീരുമാനിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരു നടപടിയിലേക്ക് പോയാൽ അത് തിരിച്ചടിയാകുമെന്നുള്ളൊരു വിലയിരുത്തലാണ് പാർട്ടി നടത്തുന്നത്. അപ്പം ബേസിക്കലി നടപടിയൊന്നും എടുക്കണ്ട എന്നുള്ള തീരുമാനമാണ് എടുത്തേക്കുന്നത് അല്ലേ? അതായത് സ്വയം തീരുമാനിച്ചിട്ട് രഞ്ജിത്ത് അങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടെ, അതിനിടയ്ക്ക് വേറെ വലിയ കുഴപ്പങ്ങളോ വലിയ വെളിപ്പെടുത്തലോ ഒക്കെ ഉണ്ടാവുമോ എന്ന് നോക്കാം, നിരീക്ഷിക്കുകയാണ്. ഇതൊക്കെ ചെറുത് ഇതിലും വലുത് വല്ലതും വരികയാണെങ്കിൽ നമ്മൾ അപ്പൊ ആലോചിക്കാന്നു. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് എന്ത് തരം സന്ദേശമാണ് നമ്മൾ ആളുകളിലേക്ക്, അല്ലെങ്കിൽ ഇതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കണേ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിപ്പം രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കാര്യമല്ല, ഈ സർക്കാർ ഉൾപ്പെടെ അല്ലെങ്കിൽ CPM ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് പവർ ആർജിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അങ്ങനെയും കൂടെ പവർ എടുത്തിട്ടുള്ള ഒരു വ്യക്തിക്ക് എതിരെ ഒരു ആരോപണം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഇപ്പൊ ഇത് ഒരു സ്ത്രീയുടെ കാര്യമല്ല എന്നുള്ളത് അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും ഒബ്വിയസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സ്ത്രീക്ക് മാത്രമായിരിക്കില്ല ഉറപ്പായിട്ടും അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടാവുക. അപ്പം ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീകളുടെ കാര്യം, ഇതിപ്പം നമ്മുടെ വക്കീല് പറഞ്ഞതുപോലെ അവരെയൊക്കെ അതിജീവിത എന്ന് വിളിക്കേണ്ടി വരുന്നു എന്നുള്ള പരിഹാസം കലർന്ന പറച്ചിലുണ്ടല്ലോ, അതാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ള സന്ദേശമാണ് അത് കൊടുക്കുന്നത്. അപ്പം ഒന്നാമത് ശ്രീ രഞ്ജിത്ത് സ്വയം രാജിവെച്ച് പുറത്തു പോവാന്നുള്ളതല്ല അതിന്റെ സൊല്യൂഷൻ എന്ന് ഞാൻ പിന്നെ ആവർത്തിക്കുകയാണ്. സർക്കാർ ഇടപെട്ട് മാറ്റി നിർത്തുകയാണ് വേണ്ടത്. നിങ്ങൾ ഈ സ്ഥാനം ഒഴിയണം എന്ന് പറയുകയാണ് വേണ്ടത്. അതാണ് ശരിയായിട്ടുള്ള നടപടി. അത് തീവ്രത കൂടിയ പീഡനമാണോ തീവ്രത കുറഞ്ഞ പീഡനമാണോ എന്നുള്ള സർക്കാരിന്റെ അളവുകോൽ വെച്ചിട്ടല്ല. ഒരു സ്ത്രീ അവരുടെ അനുഭവം പറഞ്ഞേക്കാണ്. അത് കൃത്യമായിട്ടുള്ള സെക്സുവൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ആണ്. നിങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന സെക്സുവൽ ഫേവർ എനിക്ക് തരണം എന്നുള്ള കൃത്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് സെക്സുവൽ ഹറാസ്മെന്റ് ആണ് രഞ്ജിത്ത് നടത്തിയേക്കുന്നത്. അവര് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അവര് ആ സംഭവത്തിന് ശേഷം അവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് കനിഹ ചെയ്യേണ്ടിയിരുന്ന റോളിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നേക്കണേന്ന് ഓർക്കണം. അപ്പൊ ആ റോളിന് വേണ്ടിയിട്ട് വന്നിട്ട് ആ റോളാണ് അവർക്ക് നഷ്ടമായത്. അപ്പം അവരുടെ കരിയറിനെ അത് എത്രത്തോളം ബാധിച്ചു, അവർക്ക് മുന്നോട്ട് പോകേണ്ടിയിരുന്ന കരിയറിനെ അത് എന്തോരം ബാധിച്ചു. ഇതാണ് സുപ്രീം കോടതിയിൽ ഇപ്പം ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ ഈ കാൽക്കട്ട റേപ്പ് മർഡറിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന തരത്തിലാണ് ഇത് നടക്കുന്നത്, സെക്ഷൽ ഹറാസ്മെന്റ് നടക്കുന്നത്.
അതായത് നമ്മുടെ ഭരണഘടന സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണ് സെക്സ്വൽ ഹറാസ്മെന്റ് അഗ്രിമെന്റ് വർക്ക് പ്ലേസ്. അപ്പൊ അങ്ങനെ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ നടക്കുമ്പോൾ അത് പെർപെട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ സർക്കാർ എന്തുകൊണ്ട് നടപടി എടുക്കണില്ല? അത് എന്തൊരു മോശം മെസ്സേജ് ആണ്. അത് ഇതിപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന തീവ്രത എന്താണ്? ഇവര് തീവ്രത കൊണ്ട് പറയണത് റേപ്പ് കേസ് വരണം എന്നാലേ ഞങ്ങള് നടപടി എടുക്കുള്ളൂ എന്നല്ലേ പറയണത്. അപ്പൊ റേപ്പ് അല്ലാത്ത തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന, അത് കാരണം അവർക്ക് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയാണത്. അതൊക്കെ ഭയങ്കര എന്തായാലും പറയാ. ഇപ്പൊ ഈ ആവർത്തിച്ച് കുറെ പേര് പറയണ കാര്യമുണ്ടല്ലോ, പവർ ഗ്രൂപ്പ് ഇല്ല, ഞങ്ങളൊന്നും കണ്ടിട്ടില്ലേ, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ. പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ രഞ്ജിത്തിനെ പോലും പുറത്ത് ആക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം സർക്കാരിന് കാണിക്കാൻ പറ്റുന്നില്ല. അത് ഈ സർക്കാരിന് അത് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തോരം പവർ ആയിരിക്കും ഈ പറയുന്ന പവർ ഗ്രൂപ്പ് വീൽഡ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണല്ലോ കൈവരക്കുന്നത്. പവർ ഗ്രൂപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാ മുഖം നോക്കാണ്ട് നടപടി എടുക്കാൻ പറ്റുമായിരുന്നല്ലോ. ഇന്നിപ്പോൾ നോക്കൂ, AMMA സംഘടനയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ, ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ 2 തരത്തിലുള്ള AMMAയുടെക്കെതിരായ പരാതി എന്ന് പറയുന്നത് അല്പം കൂടി ഗൗരവത്തിലുള്ളതാണ്. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി പ്രതികരിച്ചൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഇവിടെ പീഡനമോ, എന്താണ് ഈ പറയുന്നത്? ആർക്കു വേണമെങ്കിലും പരാതി പറയാമല്ലോ, നടപടി എടുക്കാമല്ലോ. ഇതുവരെ ഒരു പരാതി കിട്ടിയിട്ടില്ല. എത്രത്തോളം വിനയത്തോടു കൂടിയായിരുന്നു ഇന്നലത്തെ ആ പ്രതികരണം കണ്ടതല്ലേ? ഞാൻ കണ്ടിരുന്നു. അല്ല, ഇത് നമ്മള് നടൻ സിദ്ദിഖിനെ പറ്റിയിട്ടല്ലേ പറയണേ? അതെ. അപ്പം അല്ല, നടൻ സിദ്ദിഖിനെ പറ്റിയിട്ട് പരാതി വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ആ പോസ്റ്റിൽ ഇരുന്ന ഇടവേള ബാബുവിനെ പറ്റിയിട്ട് പരാതി വന്നിട്ടുണ്ട്. മരിച്ചുപോയ മമുക്കോയെ പറ്റി പരാതി വന്നിട്ടുണ്ട്. നടൻ സുധീഷിനെതിരെ പരാതി വന്നിട്ടുണ്ട്. ഇടവേള ബാബുവിനെതിരെ വന്നിരിക്കുന്നത് AMMAയില് മെമ്പർഷിപ്പിനുള്ള പൈസ കൊടുക്കുന്നതിന് പകരം സെക്ഷൽ ഫേവർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇതൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ. ഇപ്പം അത് വേറൊരു വിഷയം കൂടിയാണ്. അത് ഫെഫ്കയിലെ ഈ മെമ്പർഷിപ്പ് ഫീനെ പറ്റിയിട്ട് പ്രധാനമായിട്ടുള്ള ചില ഒബ്സർവേഷൻസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അവരെങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെ വിവേചനം അവിടെ ഫെഫ്കയിൽ നടക്കണമെന്നുള്ളത്. അപ്പൊ ഇത്രത്തോളം സംഗതികൾ വരുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ്, രഞ്ജിത്തിനെതിരെ ഇപ്പം ഡോക്ടർ സോണിയ പറഞ്ഞതുപോലെ രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ എന്താണ് ഫ്ലേവറും കൂടെ ഉണ്ട്. പക്ഷെ അതില് നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും, അതായത് ഭരണകക്ഷിയുടെ ആളാണെങ്കിൽ പോലും നടപടി എടുക്കുമെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ബാക്കി മെൻഷൻ ചെയ്ത ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയല്ലേ വരുന്നത്. ഇപ്പൊ രഞ്ജിത്തിനെതിരെ നടപടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും പവർ സ്ട്രക്ചറിൽ താഴെ നിൽക്കുന്ന ആൾക്കാരെന്ന് കരുതപ്പെടുന്ന ശ്രീ സിദ്ദിഖിനെതിരായിട്ടുണ്ടെങ്കിലും ശ്രീ സുധീഷിനെതിരായിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടാവുന്നുള്ള സന്ദേശമല്ലേ അത് കൊടുക്കുക. അതാണ് സർക്കാർ നൽകുന്ന സന്ദേശം എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിലവിലെ സന്ദേശം കാത്തിരിക്കും പാർട്ടി, കാത്തിരിക്കും സർക്കാർ എന്നുള്ളതാണ് നിലവിലെ സന്ദേശം. വളരെ നന്ദി കുഞ്ഞില മസ്ലമണി, ഡോക്ടർ സോണിയ തിലകൻ, അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീലത നമ്പൂതിരി, നിജേഷ് അരവിന്ദ് ചർച്ചയിൽ പങ്കെടുത്തതിന്.